സർ, അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ശ്രീ കേരളവർമ്മ കോളേജ് ചെയർപേഴ്സൺ ഗോപികാനന്ദനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ആദ്യമായിട്ട് വളരെയധികം സന്തോഷം ഇത്തരമൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറ ലഹരിയിലേക്കും മറ്റ് അക്രമങ്ങളിലേക്കുമൊക്കെ പോകുന്നു എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ എഴുത്തിലേക്കും കലയിലേക്കുമൊക്കെ ഒരു തിരിച്ചുപോക്ക് വളരെ അത്യാവശ്യമാണ്, ആവശ്യകതയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള സാഹിത്യ ശില്പശാലകൾ വളരെയധികം ആയിക്കൊണ്ടിരിക്കുകയാണ്. എഴുത്തിനെയും അല്ലെങ്കിൽ കലയെയും ഒക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള ഏറ്റവും നല്ല മാധ്യമമായി, മീഡിയമായി നമ്മൾ കാണുമ്പോഴും നമ്മുടെ രാജ്യത്തിനകത്തെ അധികാര കേന്ദ്രങ്ങൾ നമുക്ക് നേരെ ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്: എഴുത്തോ അതോ നിൻ്റെ കഴുത്തോ എന്ന് പറയുന്നത്. അതായത് എഴുത്ത് വേണമോ അതോ നിങ്ങളുടെ ജീവിതം വേണമോ എന്ന് തിരഞ്ഞെടുക്കുക. ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പലപ്പോഴും ശക്തമായ മാധ്യമപ്രവർത്തകരുടെ, പത്രപ്രവർത്തകർ, ഗൗരി ലങ്കേഷിനെ പോലുള്ളവരുടെയൊക്കെ മരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാഹിത്യ ക്യാമ്പ്, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സാഹിത്യ ക്യാമ്പിൻ്റെ പേര് ഞാൻ ശ്രദ്ധിച്ചു. കമ എന്ന് പറയുന്നതാണ് അതിൻ്റെ പേരെന്ന് പറയുന്നത്. നമ്മളോട് രക്ഷിതാക്കൾ പലപ്പോഴും വിദ്യാർത്ഥികൾ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ച് അവരെ കുഴപ്പിക്കുന്ന സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട്: ഇനി കമ എന്നൊരക്ഷരം മിണ്ടിപ്പോകരുത് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ അധികാര കേന്ദ്രങ്ങൾ നമ്മളോട് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്: എഴുതുന്നവരോട്, ശക്തമായ എഴുത്തുകാരോട്, അല്ലെങ്കിൽ സംസാരിക്കുന്നവരോട്, അനീതികൾക്കെതിരെ പോരാടുന്നവരോട് നിങ്ങളിനി കമ എന്നൊരക്ഷരം മിണ്ടരുത് എന്ന് പറയുന്നത്. ഇത്തരം സെൻസർഷിപ്പുകൾക്കെതിരെ, ഇത്തരം നിയന്ത്രണങ്ങൾക്കെതിരെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ശബ്ദം, പുതുതലമുറയുടെ ശബ്ദം എന്നും ഉയർന്നു തന്നെ നിൽക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സാഹിത്യ ശില്പശാലയ്ക്ക് ശ്രീ കേരളവർമ്മ കോളേജ് യൂണിയൻ്റെ പേരിലും യൂണിറ്റിൻ്റെ പേരിലും എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. നന്ദി ഗോപിക. നാലുകെട്ടും നിളയും MTയുടെ നാലുകെട്ട് നോവലിനെ അടിസ്ഥാനമാക്കി ശ്രീ D. മനോജിൻ്റെ ഫോട്ടോഗ്രാഫി പ്രദർശനം കതിരിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രദർശനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ശ്രീ K. ഉണ്ണികൃഷ്ണൻ അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ രവീന്ദ്രൻ മാഷ്, ഇന്നത്തെ നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടകൻ, സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയങ്കരനായ കഥാകാരൻ ശ്രീ അശോകൻ ചെരുവിൽ, വേദിയിൽ എനിക്കൊപ്പമുള്ള ഏറെ പ്രിയങ്കരനായ രാവണി മാഷ്, ശ്രീ മനോജ് D. വൈക്കം, ശ്രീ ND ചന്ദ്രശേഖരൻ, മറ്റ് വിശിഷ്ടാതിഥികളെ, സദസ്സിൽ എനിക്ക് അഭിമുഖമായിരിക്കുന്ന സുഹൃത്തുക്കളെ, കാവ്യശിഖയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കതിർ എന്ന് പേരിട്ടിരിക്കുന്ന 3 ദിവസത്തെ സാഹിത്യ ശില്പശാലയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ കാവ്യശിഖയുടെ കുടുംബാംഗമെന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഒരുപക്ഷെ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് ഇത്രയും ശക്തമായ ഇടപെടലുകൾ നടത്തുന്ന സാംസ്കാരിക സംഘടനകൾ തുലവും കുറവായൊരു കാലത്ത് നിരന്തരമായ പരിപാടികളിലൂടെ, പ്രത്യേകിച്ച് സാഹിത്യ ക്യാമ്പുകളിലൂടെ ഒരു പ്രതിരോധ ശക്തിയായി, പ്രതിഷേധ അഗ്നിയായി വളരുവാൻ കാവ്യശിഖയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം പങ്കാളിയായി, കുടുംബാംഗമായി അവരോടൊപ്പം ചേരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ പലപ്പോഴും സന്തോഷവും അഭിമാനവുമുണ്ട്. ഇന്ന് നടക്കുന്ന കതിർ എന്ന് പറയുന്ന ഈ ക്യാമ്പ് വളരെ ശ്രദ്ധേയമാകുന്നത് ഇതിൽ പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികൾ കൊണ്ട് മാത്രമല്ല, ഇതിൽ ഉയർത്തപ്പെടുന്ന ഒരു മുദ്രാവാക്യത്തിൻ്റെ പ്രസക്തി കൊണ്ടുമാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഈ കാലഘട്ടത്തിലെ
ഏറ്റവും സജീവമായിട്ട് സാംസ്കാരിക രംഗം ചർച്ച ചെയ്യേണ്ട, സംവദിക്കേണ്ട, പ്രതിരോധിക്കേണ്ട വിഷയങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു സാഹിത്യ ശില്പശാല നടത്തുവാൻ രാമുണ്ണി മാഷിൻ്റെ നേതൃത്വത്തിൽ തുനിഞ്ഞത് തന്നെ വളരെയേറെ പ്രസക്തമുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്ന ശ്രീ മനോജ് ഡി വൈക്കത്തിൻ്റെ ഫോട്ടോഗ്രാഫിക് ചിത്ര പ്രദർശനമാണ് എൻ്റെ വിഷയം. മലയാളത്തിലെ പ്രമുഖരായ എഴുത്തുകാരുടെ കഥകളെ, നോവലുകളെ തിരഞ്ഞെടുത്ത് ആ കഥാപരിസരങ്ങളെ നമ്മൾക്ക് മുന്നിൽ ചിത്രങ്ങളായിട്ട് അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേക സാഹിത്യശാഖയുടെ സൃഷ്ടാവ് കൂടിയാണ് ശ്രീ മനോജ് ഡി വൈക്കം എന്ന് പറയേണ്ടത്. കഥ രൂപപ്പെടുത്തുവാൻ കഥാകാരൻ കാണിക്കുന്ന വ്യഗ്രതയും നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെക്കാളും എത്രയോ വലുതാണ് ആ കഥാപരിസരത്തെ കഥാകാരൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ കണ്ടെടുത്ത് അത് ചിത്രങ്ങളിലൂടെയും ഫോട്ടോകളിലൂടെയും അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജോലി തന്നെ. അത് കഥ എഴുത്തുകാരൻ അനുഭവിച്ച അതേ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന അല്ലെ അതേ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ട ഒരു പ്രക്രിയയായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ഒരു പുസ്തകം വായിക്കുന്ന ലാഘവത്തോടെ അല്ലെ ഗൗരവത്തോടെ, രണ്ട് രീതിയിലുമാകാമല്ലോ. ഈ ചിത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾക്ക് മുന്നിൽ ആ കഥാലോകം തന്നെ തുറന്നു കിട്ടുക. ആ കഥാപരിസരത്തെ ഒന്നുപോലും വിടാതെ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ള കഥാകാരനോട് സംസാരിച്ചെടുത്ത് സംഗ്രഹിച്ചെടുക്കുന്ന കാര്യങ്ങൾ അപ്പാടെ നടന്ന് കയറി ചിത്രങ്ങളായി പകർത്തി അത് കഥ പോലെ അവതരിപ്പിക്കുകയാണ് നമുക്ക് മുന്നിൽ ശ്രീ മനോജ് ഡി അന്തിക്കാട്. അതൊരു വേറിട്ട സാഹിത്യശാഖയാണെന്ന് തന്നെ പറയേണ്ടി വരും. അത്തരമൊരു സാഹിത്യശാഖയ്ക്കും കഥയ്ക്കും കവിതയ്ക്കും നോവലിനൊക്കെ പുരസ്കാരം കൊടുക്കുന്ന പോലെ തന്നെ സാഹിത്യ അക്കാദമിക്ക് പുരസ്കാരം കൊടുക്കാൻ ആലോചിക്കാമെന്നതാണ് എന്ന് അക്കാദമി വൈസ് പ്രസിഡന്റ് ഈ ഘട്ടത്തിൽ ഒരാഗ്രഹം തുറന്നു പറയാൻ കൂടി ഉപയോഗിക്കുകയാണ്. അതും ഒരു സാഹിത്യശാഖയായിട്ട് തന്നെ നമ്മൾ കാണാമെന്നാണ് എൻ്റെ പക്ഷം. ഒട്ടും അതിനെ വേർപെടുത്തി എടുക്കേണ്ട ഒന്നല്ല. ഒരുപക്ഷെ നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭൂതി, അറിവ്, അല്ലെങ്കിൽ നമ്മൾ ആസ്വദിക്കുന്ന രീതി, അതിൻ്റെ തനിമ ചോരാതെ, ഒന്നുമേ ചോരാതെ നമ്മൾക്ക് മുന്നിൽ ആ ചിത്രങ്ങളായിട്ട് പകർത്തിയെടുക്കേണ്ടി വരുന്ന ഒരു വിഷമം പിടിച്ച ഘട്ടമുണ്ട്. ആ ഘട്ടത്തിലൂടെ കടന്നു പോകാൻ എഴുത്തുകാരൻ എത്രമാത്രം ബുദ്ധിമുട്ടിയ അതേ ബുദ്ധിമുട്ടും ഈ ചിത്രകാരൻ എടുക്കണമെന്നുള്ളത് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്രയേറെ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ, എം ഡിയുടെ മാത്രമല്ല, ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത് നാലുകെട്ടും നിളയും എന്ന് പറയുന്ന എം ഡിയുടെ നാലുകെട്ട് നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചിത്രപ്രദർശനമാണെങ്കിലും പൊന്നത്തി കുഞ്ഞബ്ദുള്ളയുടെയും എം മുകുന്ദൻ്റെയും ഒക്കെ നോവലുകൾ ഇത്തരത്തിൽ അതിസമർത്ഥമായിട്ട് ചിത്രങ്ങളിലാക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെയും ഡൽഹിയിലടക്കമുള്ള മലയാളികളായിട്ടുള്ള വായനക്കാർക്കും സഹൃദയർക്കും മുന്നിൽ അവതരിപ്പിക്കാൻ ഈ ജീവിതം മുഴുവൻ അതിനുവേണ്ടി ചെലവഴിക്കുന്ന ആളായി മാറി മനോജ് ഡി വൈക്കം. അതിലും വലിയൊരു സാംസ്കാരിക പ്രവർത്തനം എന്താണുള്ളത്? എത്രയോ മഹത്തായ ഒരു സാഹിത്യ പ്രവർത്തനമാണ് അത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അങ്ങനെ വേറിട്ട ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം എന്നീ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച് സാഹിത്യ പ്രവർത്തനം നടത്തുന്ന, സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന മനോജിനെ പോലുള്ള ആൾക്കാരും നമുക്ക് ഏറെ പ്രിയങ്കരായി മാറുന്നത് ഈ പ്രവൃത്തിയുടെ സമഗ്രത കൊണ്ടാണ്, അതിന് പ്രസക്തി കൊണ്ട് ആണെന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അത്തരമൊരു പരിപാടി കൂടി കതിരിൽ ഒരു ഇലയായി ചേർക്കപ്പെട്ടതോടെ കതിരിൻ്റെ പ്രസക്തി എത്രമാത്രം ഉയർന്നു, ആ സാംസ്കാരിക തലം എത്രയോ മെച്ചപ്പെട്ടു എന്ന് കൂടി നമുക്ക് കാണാൻ കഴിയും. ഈ എം ഡിയുടെ നിളയും അല്ലെങ്കിൽ മുകുന്ദൻ ഏട്ടൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളും അടക്കം അദ്ദേഹം ക്യാൻവാസിലാക്കിയപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ആലോചിച്ചത് കാട്ടൂർ കടവ് ചിത്രങ്ങളിലാക്കുമ്പോൾ അദ്ദേഹം അനുഭവിക്കാൻ പോണ വിഷമം എന്തായിരിക്കുമെന്നുള്ളതാണ്. അതത്ര എളുപ്പമല്ല എന്ന് എനിക്ക് തന്നെ തോന്നി. കാരണം കാട്ടൂർ കടവ് എന്ന് പറയുന്ന ദേശമല്ലല്ലോ, ഒരു ജില്ലയുടെ മുഴുവൻ പശ്ചാത്തലങ്ങളും ഓരോ വീടും ഓരോ ഗ്രാമാന്തരങ്ങളും മരച്ചോടുകൾ വരെ കയറി ഇറങ്ങി ചിത്രമെടുക്കേണ്ടി വരുന്നൊരു ബുദ്ധിമുട്ട് എന്തായാലും നാലുകെട്ടിൽ മനോജന് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് ഉറപ്പാണ്. നാളെ ഒരുപക്ഷെ അദ്ദേഹം ചെയ്യാൻ പോണ അടുത്ത പ്രൊജക്റ്റ്
തീരുമാനിച്ചിരിക്കുന്നതാണ്. കാട്ടൂർ കടവ് ആണെങ്കിൽ അതിനുവേണ്ടി എത്രയോ വർഷങ്ങൾ, ഒരുപക്ഷെ അശോകേട്ടനെ അത് എഴുതാൻ ചിലവഴിച്ച ബുദ്ധിമുട്ടിട്ടുള്ള സമയത്തേക്കാൾ കൂടുതൽ എടുക്കേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ വിഷമം തോന്നാറുണ്ട്. ആ ഒരു സാംസ്കാരിക പ്രവർത്തനത്തെ അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അക്കാര്യത്തിൽ മനോജിനോടൊപ്പം എപ്പോഴും ഉണ്ടാകും. സുഹൃത്ത് എന്ന നിലയിലും ഒരു സാംസ്കാരിക പ്രവർത്തനം എന്ന നിലയിലും ഒരു കഥാകൃത്ത് എന്ന നിലയിലും ഇത്തരം ഒരു പരിപാടി നമ്മുടെ കതിർ ശില്പശാലയോടൊപ്പം സംഘടിപ്പിക്കുവാൻ രാവുണ്ണി മാഷ് ഉൾപ്പെടെയുള്ള ഇതിൻ്റെ സംഘാടകർക്കാലത്തെ ആ സൗമനസ്യം, ആ ഒരു മനസ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനോടൊപ്പം തന്നെ അഭിനന്ദിക്കപ്പെടേണ്ട ഒന്നാണ്. അപ്പോഴാണ് നമ്മൾ പൂർണ്ണതയിലേക്ക് എത്തുന്നുള്ളൂ എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. ഈ പരിപാടികൾക്ക് പൂർണ്ണമായ ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ചിത്രപ്രദർശനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് ഈ അവസരത്തിൽ നിങ്ങളെ സവിനയം അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഏവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.